എന്താണ് ഇനി ഈ കേസിൽ സംഭവിക്കുക? സിദ്ദിഖിന്റെ അറസ്റ്റ് ഉണ്ടാവുമോ? മുകേഷിന്റെ അറസ്റ്റ് കഴിഞ്ഞു. മുകേഷിനെ അറസ്റ്റ് രേഖപ്പെടുത്തി അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ മുകേഷിനെ ഇപ്പോൾ ജാമ്യത്തിൽ വിട്ടിട്ടുണ്ട്. പക്ഷേ സിദ്ദിഖിന്റെ കാര്യത്തിൽ സിദ്ദിഖിന് മുൻകൂർ ജാമ്യം ഇല്ല എന്നുള്ള ഒരു കാര്യമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ശ്രീ രാഹുൽ ഈശ്വർ അഡ്വക്കേറ്റ് മിനിയിലേക്ക് പോകുന്നതിന് മുമ്പ് താങ്കൾ ഉന്നയിച്ച കാര്യം തന്നെ ഇപ്പോൾ അവിടെ അഭിഭാഷകരുടെ ഭാഗത്തു നിന്ന് താങ്കൾ ഉന്നയിച്ച അതേ വാദങ്ങൾ ഉന്നയിക്കാനുള്ള ശ്രമമുണ്ടായിരുന്നു. എന്താണ് കോടതി ഇക്കാര്യത്തിൽ കാണുന്നത്? പരാതിക്കാരിയെ നിശബ്ദയാക്കാനേ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉപകരിക്കൂ എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ലൈംഗികാതിക്രമം നേരിട്ട സ്ത്രീ പ്രകടിപ്പിക്കുന്നത് അവരുടെ സ്വഭാവമല്ല, വേദനയാണെന്ന് മനസ്സിലാക്കണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ആരോപണ വിധേയൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്, അല്ലാതെ പരാതിക്കാരിയുടെ ഏതെങ്കിലും തരത്തിലുള്ള സ്വഭാവ സവിശേഷതകളല്ല ഇവിടുത്തെ വിഷയം എന്നുള്ളത് കോടതി പറയുന്നുണ്ട്. ഒരു സ്ത്രീ സമൂഹത്തിൽ എങ്ങനെ അവരെ കാണപ്പെടുന്നു അല്ലെങ്കിൽ അവരെ എന്താണ് എന്നുള്ളതല്ല പ്രധാനപ്പെട്ട കാര്യം, അവർ ബഹുമാനം അർഹിക്കുന്നു. അതുകൊണ്ട് അതിജീവിതയെ നിശബ്ദയാക്കരുത് എന്നുള്ളതാണ് ഈ താങ്കൾ ഉന്നയിച്ച വാദം തന്നെയാണ് അഭിഭാഷകർ ഉന്നയിച്ചിട്ടുള്ളത്. ആ വാദത്തിന് മറുപടി കോടതി തന്നെ നൽകിയിട്ടുള്ള കാര്യമാണ്. ബഹുമാനപ്പെട്ട കോടതിയുടെ നിലപാടിനെ സ്വീകരിക്കുന്നു. പക്ഷേ ഒരു വ്യക്തിയുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നോക്കണ്ടേ, ക്രെഡിബിലിറ്റി നമ്മൾ നോക്കണ്ടേ. ഞാൻ ഇങ്ങനെ കൈ പിടിച്ചിരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, ഫോട്ടോ കാണിക്കരുത് എന്നുള്ളത് കൊണ്ടാണ്. ഇത് ചൈനയിൽ നിന്ന് ഈ വ്യക്തിക്കെതിരെ ചൈനീസ് യൂണിവേഴ്സിറ്റി കണ്ടെത്തുകയും ചൈനയിൽ നിന്ന് ഈ വ്യക്തിയെ പുറത്താക്കുകയും ചെയ്തതാണ്. ഇതിൽ അവിടുത്തെ യൂണിവേഴ്സിറ്റി കണ്ടെത്തിയിരിക്കുന്നത് സഹപാഠികളായ പെൺകുട്ടികളുടെ നഗ്ന വീഡിയോ എടുത്ത് ബാക്കിയുള്ളവർക്ക് കൊടുക്കുമായിരുന്നു ഈ വ്യക്തി എന്നാണ്. ഇത് രാഹുൽ ഈശ്വർ പറയുന്നതല്ല, മറ്റൊരു രാജ്യത്തെ ചൈനയിലെ യൂണിവേഴ്സിറ്റി കണ്ടെത്തിയ കാര്യമാണ്. ഈ വ്യക്തി 14 പേർക്കെതിരെ കംപ്ലൈന്റ് പറഞ്ഞില്ലേ? ഇനി ആദ്യം പറഞ്ഞത് വെർബൽ അബ്യൂസ് എന്നല്ലേ. ഈ വെർബൽ അബ്യൂസ് എങ്ങനെ റേപ്പായി മാറി? വാക്കുകൾ കൊണ്ട് എന്നെ അബ്യൂസ് ചെയ്തു എന്ന് ആദ്യം പറഞ്ഞത് പിന്നീട് ഫിസിക്കൽ റേപ്പായിട്ട് എങ്ങനെ മാറിയെന്ന് സ്വാഭാവികമായിട്ട് ചോദ്യമല്ലേ. 2019 പറഞ്ഞത് വേറെ, 20 പറഞ്ഞത് വേറെ, 21 പറഞ്ഞത് വേറെ, ഈ വർഷം മീഡിയയുടെ ആദ്യം പറഞ്ഞത് വേറെ. അതിൽ റേപ്പില്ലായിരുന്നു. പിന്നീട് രണ്ടാമത് പോലീസിന് പറഞ്ഞ റേപ്പ് പറഞ്ഞു. എത്ര മൊഴിമാറ്റം നടന്നു? ഒറ്റ വരി മാത്രം. സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് അതിജീവിതയുടെ മൊഴി മാത്രം മതി ഒരാളെ കുറ്റക്കാരനാണെന്ന് വിധിക്കാൻ. പക്ഷെ ആ മൊഴിക്ക് കൺസിസ്റ്റൻസി വേണ്ടേ? ആ മൊഴിക്ക് വൈരുദ്ധ്യം ഉണ്ടാകാൻ പാടുണ്ടോ? എത്രമാത്രം വൈരുദ്ധ്യം ഉണ്ടായി? ഈ വൈരുദ്ധ്യങ്ങളിലാണ് ബിഷപ്പ് ഫ്രാങ്കോ കേസടക്കം കോടതി അവസാനം ചൂണ്ടിക്കാണിച്ചത്. ഒരുപാട് വൈരുദ്ധ്യങ്ങൾ ഉള്ളതുകൊണ്ട് ഈ വ്യക്തി നിരപരാധിയാണെന്ന് വെറുതെ വിടുന്നു. അപ്പോൾ ഈ വൈരുദ്ധ്യങ്ങൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുന്നതുകൊണ്ട് ഞാൻ സ്ത്രീ വിരോധിയാകുമോ? ആദ്യം വെർബൽ അബ്യൂസ് പറഞ്ഞു, രണ്ടാമത് നീള തിയേറ്ററിൽ വെച്ച് എന്നോട് വരാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. ഇപ്പൊ നീള തിയേറ്ററിന്റെ കാര്യമേ പരാമർശിക്കുന്നില്ല, മസ്കറ്റ് ഹോട്ടലിൽ പോയ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും എവിടെയായിരുന്നു? താങ്കൾ സൂചിപ്പിച്ച ഈ ഫ്രാങ്കോ കേസ്, ഫ്രാങ്കോയ്ക്ക് വേണ്ടി നടത്തിയിട്ടുള്ള അതേ അഭിഭാഷക സംഘമാണ് ഈ സിദ്ദിഖിന് വേണ്ടിയും കേസ് നടത്തുന്നത്. താങ്കൾ ഈ പറയുന്ന വൈരുദ്ധ്യങ്ങൾ അത് ട്രയലിന്റെ ഘട്ടത്തിൽ, അന്വേഷണത്തിന് മുമ്പല്ല, ട്രയലിന്റെ ഘട്ടത്തിൽ പിൻ പോയിന്റ് ചെയ്ത് ചോദിക്കാം. അതിന് പ്രോസിക്യൂഷൻ അക്കാര്യത്തിൽ ഉത്തരവുണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കിപ്പോ മുൻവിധിയോടുകൂടി എങ്ങനെ പറയാൻ കഴിയും? അത് താങ്കൾ സൂചിപ്പിക്കുന്ന വൈരുദ്ധ്യങ്ങൾ ട്രയലിന്റെ ഘട്ടത്തിൽ പ്രതിഭാഗത്തിന് ചൂണ്ടിക്കാണിക്കാം, പ്രോസിക്യൂഷൻ അതിന് മറുപടി ഉണ്ടാകും. അന്വേഷണം നടക്കുകയല്ലേ, പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ ഈ കാര്യത്തിൽ നമ്മളിതാ താങ്കൾ ഇപ്പോഴേ ഈ ആരോപണ വിധേയനായിരിക്കുന്ന ആൾ പരിശുദ്ധനാണ് എന്നും ആരോപണം ഉന്നയിച്ചിരിക്കുന്ന വ്യക്തിക്കാണ് പ്രശ്നം എന്നുള്ള കൺക്ലൂഷനിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? അതിന് ലോജിക്കില്ല ശ്രീ രാഹുൽ ഈശ്വർ. അല്ല സാർ, അത് ലോജിക്കല്ല, എവിഡൻസ് ഉണ്ട്. ആ എവിഡൻസ് ആണ് കൈമറച്ച് ഈ പെൺകുട്ടികളുടെ ഫോട്ടോയുടെ കൈമറച്ച് ഞാൻ എനിക്ക് മനസ്സിലായില്ല. യൂണിവേഴ്സിറ്റിയുടെ കണ്ടെത്തലാണ്. മെഡിസിൻ പഠിക്കുന്ന കാലത്ത് അല്ലെങ്കിൽ ചൈനയിൽ പഠിക്കുന്ന കാലത്ത് അവിടെ അച്ചടക്ക നടപടിക്ക് വിധേയയായ ഒരാൾ സഹപാഠികളുടെ നഗ്ന വീഡിയോ എടുത്തു, വീഡിയോ എടുത്തു എന്ന ആരോപണത്തിൽ അച്ചടക്ക നടപടിക്ക് വിധേയയായ ഒരാൾ പിന്നീട് ലൈംഗിക അതിക്രമത്തിന് ഇരയാകാൻ പാടില്ല എന്നുണ്ടോ? ഇനി ഒരു ക്രിമിനൽ എന്ന് വിചാരിക്കാം, വേറൊരു വിഷയം, ഒരു എക്സ് എന്നുള്ള ഒരു ക്രിമിനൽ ആന്റിസിഡൻസ് ഉള്ള ഒരാൾ, അവരൊരു ലൈംഗിക പീഡനത്തിന് ഇരയായി നോക്കുക. അപ്പോ ആ കുറ്റം അല്ലെങ്കിൽ അവരേറ്റ പീഡനം കുറവായി പോകുന്നുണ്ടോ? അല്ലെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ ലഘൂകരിക്കപ്പെടുന്നുണ്ടോ? ഇല്ല. എല്ലാ മനുഷ്യർക്കും നിയമത്തിന് മുമ്പ് തുല്യ അവകാശമാണുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. 100% അഗ്രി ചെയ്യുന്നു. ഒരിക്കൽ സുപ്രീം കോടതി വാക്കാൽ പറയുകയും ചെയ്തു, പ്രോസ്റ്റിറ്റ്യൂട്ടിനെ പോലും റേപ്പ് ചെയ്യാൻ പറ്റില്ല, കാര്യം അത് നിയമത്തിനെതിരാണ്, സമ്മതിക്കുന്നു. പക്ഷേ ഈ വ്യക്തിക്ക് പലപ്പോഴും ഇങ്ങനെ വ്യാജ പരാതി, മീറ്റു പരാതി അടക്കമുള്ള പല കാര്യങ്ങൾ കൊടുത്ത് ശീലമുണ്ട്. അഖിൽമാരാർ അടക്കമുള്ള ആൾക്കാർ അത് റേസ് ചെയ്തുണ്ട്, പല സ്ഥലത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 14 പേർക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. ആദ്യം പറഞ്ഞ പരാതികൾ ഫേസ്ബുക്ക് ലൈവ് ഒക്കെ എന്റെ ഇരിപ്പുണ്ട്. അതിലൊന്നും സിദ്ദിഖ് പീഡിപ്പിച്ചു എന്ന് പറയുന്നില്ല സാർ, വെർബലി അബ്യൂസ് ചെയ്തു എന്നാണ് പറയുന്നത്. വെർബൽ അബ്യൂസ് പിന്നെങ്ങനെ ഫിസിക്കൽ അബ്യൂസായി മാറി? നിള തിയേറ്ററിൽ വെച്ച് സെക്ഷൽ ഫേവർ ചോദിച്ചു എന്ന് പറഞ്ഞത് പിന്നീട് മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചത് എങ്ങനെയായി മാറി? ആദ്യം പറഞ്ഞത് നിള തിയേറ്ററിൽ വെച്ച് സെക്ഷൽ കാലത്ത് പറയാതിരുന്നതോ ഈ പറഞ്ഞ കാര്യത്തിലെ ഡിലേയോ ഒന്നും ഈ വിഷയത്തിൽ ബാധകമല്ല എന്ന് ഇതേ ഹൈക്കോടതിയാണ് പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം ബാധകമല്ല, താങ്കൾ പറഞ്ഞത് ശരിയാണ്, ഡിലേ ബാധകമല്ല. പക്ഷെ ആദ്യത്തെ കാര്യം ബാധകമാണ്. കാര്യം മൊഴി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, മൊഴികൾക്ക് കൺസിസ്റ്റൻസി ഇല്ല സാർ.
ആ മൊഴികൾക്ക് കൺസിസ്റ്റൻസി ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും? ആദ്യം വെർബൽ അബ്യൂസ് പറഞ്ഞു, രണ്ടാമത് സെക്ഷലി പ്രപ്പോസ് ചെയ്തു എന്ന് പറഞ്ഞു, മൂന്നാമത് മറ്റൊരു കാര്യം അല്ലെങ്കിൽ എന്നെ ഹരാസ് ചെയ്തു എന്ന് പറഞ്ഞു, നാലാമതാണ് റേപ്പ് പറഞ്ഞത്. നമുക്ക് എങ്ങനെ വിശ്വസിക്കാം? അതാണല്ലോ രാഹുൽ ഈശ്വറിന്റെ കണ്ടൻഷൻ. അവിടെ നമുക്ക്